ഹായ് ഓൾ, വെൽക്കം ടു ബിനിസ് ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വെജിറ്റബിൾ ഷോപ്പിൽ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. കൂടാതെ അതോടൊപ്പം തന്നെ കുറച്ച് വെജിറ്റബിൾസിന്റെ പേരൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അത് തന്നെ നമ്മൾ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ ചോദിക്കുക? ഇതിന് എത്രയാണല്ലേ, എന്താണോ നമുക്ക് വാങ്ങേണ്ടത് ആ ഒരു സാധനത്തിന്റെ വില നമ്മൾ ചോദിക്കും. അവിടെ ഇതിന് എത്രയാണ് എന്ന് ചോദിക്കാനായിട്ട് ഈ കിത്തനെ കാഹെ എന്ന് ചോദിച്ചാൽ മതി. ഈ കിത്തനെ കാഹെ, ഇത് എത്രേന്റെ ആണ് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇസ്കോ കിത്തനാ ഹെ എന്ന് ചോദിച്ചാലും ശരി തന്നെയാ കേട്ടോ. ഇതിന് എത്രയാണ് എന്ന് ചോദിക്കുന്നതാ. അപ്പൊ സെന്റൻസ് പഠിച്ചില്ലേ? എങ്ങനെ ചോദിക്കുക? ഏ കിത്തനെ കാ ഹെ, ഇത് എത്രേന്റെയാണ് അല്ലെങ്കിൽ ഇതിന് എത്രയാണ് എന്ന് ചോദിക്കുന്ന. ഓക്കെ, പിന്നെ നമ്മൾ വെജിറ്റബിളോ ഫ്രൂട്ടോ ഒക്കെ മേടിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യം അല്ലെ, ഇത് ഫ്രഷ് ആണോ എന്ന് ചോദിക്കും. അവിടെ ഫ്രഷ് എന്നുള്ള വാക്ക് കേട്ടോ, അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഫ്രഷ് എന്നുള്ള വേർഡ് നമ്മൾ പറയുന്നത് താസ എന്നാണ്. താസ എന്ന് പറഞ്ഞാൽ ഫ്രഷ്. അപ്പൊ ഇത് ഫ്രഷ് ആണോ എന്ന് ചോദിക്കുക. ഏ താജ ഏക്കിയ, ഏ താജ ഏക്കിയ. ചില ആളുകൾ അതിന് താജ എന്ന് പ്രൊണൗൺസ് ചെയ്യും കേട്ടോ. ആ ജായുടെ ഇടയിൽ കുത്തുണ്ട്, അപ്പൊ എന്നുള്ള പ്രൊണൗൺസിയേഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഈ താജ ഏക്കിയ എന്ന് ചോദിച്ചാൽ ഇത് ഫ്രഷ് ആണോ എന്ന് ചോദിക്കുന്ന. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് വാങ്ങേണ്ടത് ഉള്ളിയാണെങ്കിൽ ഉള്ളീനെ ഹിന്ദിയിൽ പറയുന്നത് പ്യാജ് എന്നാണ്. പ്യാജ് കിലോ കിത്തന ഹെ. പ്യാജ് കിലോ എന്ന് തന്നെയാണ് KG പറയുന്നത് കേട്ടോ. കിലോ കിലോന് എത്രയാണ് എന്ന് ചോദിക്കുന്ന. പ്യാജ് കിലോ കിത്തന ഹെ വളരെ ഷോർട്ടായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ അവര് റേറ്റ് പറയുന്നു. അതല്ല, നമുക്ക് ഉരുളക്കിഴങ്ങാണ് വേണമെങ്കിൽ കേട്ടോ, പൊട്ടാറ്റോ ആണ് വേണമെങ്കിൽ പൊട്ടാറ്റോനെ പറയുന്നത് ആലു എന്നാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. പൊട്ടാറ്റോ എന്ന് പറയുന്നത് ആലു. ഓക്കെ, ഇനി വെണ്ടയ്ക്കേനെ പറയുന്നത്, ലേഡീസ് ഫിംഗറിനെ പറയുന്നത് ഭിണ്ടി എന്നാണ്. ഭിണ്ടി. അതുപോലെ തക്കാളിനെ പറയുന്നത് പലർക്കും അറിയാം അല്ലെ, ടമാട്ടർ എന്നാണ് തക്കാളിനെ പറയാ കേട്ടോ. തക്കാളി ടമാട്ടർ. അതുപോലെ തന്നെ പച്ചമുളകിന് എന്താ പറയാ? മിർച്ച്. മിർച്ചി എന്നും പറയും, മിർച്ച് എന്നാണ് ശരിക്കും പറയുന്നത് കേട്ടോ. മിർച്ച് എന്ന് പറഞ്ഞാൽ പച്ചമുളകിനെയാണ്. ഇനി ഇഞ്ചിനെ പറയുന്നത് അദ്രക്ക് എന്നാട്ടോ. അദ്രക്ക്. പിന്നെ എന്താണ്? ചെറുനാരങ്ങ. ചെറുനാരങ്ങനെ പറയുന്നത് നീമ്പു. നീമ്പു കേട്ടോ, ചെറുനാരങ്ങ. കുറച്ച് പറയുന്നുള്ളൂ, ഒരു 5-10 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി പോവാ കേട്ടോ. ഇനി അടുത്തത് ഗാജർ. ഗാജർ എന്ന് പറയുന്നത് ക്യാരറ്റിനെ കേട്ടോ. ക്യാരറ്റിനെ ഗാജർ എന്നും, അതുപോലെ കരേല എന്ന് പറഞ്ഞ കൈപ്പയ്ക്കാനെയാണ് കരേല. ഓക്കെ, പിന്നെ ബെങ്കൺ എന്ന് പറയുന്നത് വഴുതനങ്ങയാണ്. ഓക്കെ, ബെങ്കൺ വഴുതനങ്ങ. ഇത്ര മതി. ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, എനിക്ക് 2 കിലോ ഉള്ളി തരൂ. എങ്ങനെ ഹിന്ദിയിൽ ചോദിക്കുക? ഒന്ന് ഓർത്ത് നോക്കിയേ, വളരെ സിമ്പിൾ അല്ലേ. എനിക്ക് 2 കിലോ ഉള്ളി തരൂ. മുജേ അല്ലെങ്കിൽ 2 കിലോ. ഇപ്പൊ നമ്മൾ എനിക്ക് എന്നൊന്നും പറയില്ല അല്ലെ, പറഞ്ഞാൽ മുജി എന്ന് പറയാം. അതല്ലെങ്കിൽ 2 കിലോ പ്യാജ് ദേദോ എന്ന് പറഞ്ഞാൽ 2 കിലോ ഉള്ളി തരൂ എന്ന് പറയുന്ന. വളരെ സിമ്പിൾ അല്ലെ. ദേദോ എന്ന് പറഞ്ഞാൽ തരൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടർത്ഥമുണ്ട് ദേദോന്. കൊടുക്കൂ എന്ന് പറയാനും തരൂ എന്ന് പറയാനും. സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. ഇതൊക്കെ നമ്മൾ മുന്നിലെ ക്ലാസ്സുകൾ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ 2 കിലോ പ്യാജ് ദേദോ. കുറച്ചുകൂടി റെസ്പെക്ട് ചെയ്ത് പറയുവാണെങ്കിൽ 2 കിലോ പ്യാജ് ദീജിയെ എന്ന് പറയാം. ഓക്കെ, കുറച്ചുകൂടി നന്നായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയും പറയാം. ഭയ്യ 2 കിലോ പ്യാജ് ദീജിയെ, 2 കിലോ ഉള്ളി തന്നാലും എന്ന് പറയുന്ന. മലയാളത്തിൽ അങ്ങനെയാണ് അത് പറയാം കേട്ടോ. ദീജിയെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി റെസ്പെക്ട്, അത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ ദേദോ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ഇനി അതുമല്ല നമ്മുടെ വായിൽ ദേദോ എന്നും വന്നില്ലെങ്കിൽ ധോ എന്ന് പറഞ്ഞാലും മതി. കുറച്ചുകൂടി റെസ്പെക്ട് കുറഞ്ഞു പോയി, അത്രേ ഉള്ളൂ കേട്ടോ. 2 കിലോ പ്യാജ് ദോ എന്നും പറയുന്നേക്കാം. അപ്പൊ ഇതൊക്കെ സെയിം മീനിങ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് 1/2 കിലോ ആണ് വേണ്ടെങ്കിൽ 1/2 കിലോ എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ അര എന്ന് പറയുന്നത് ആധ എന്നാണ്. ആധാ കിലോ. ആധാ കിലോ എന്ന് പറഞ്ഞാൽ 1/2 കിലോ. ഇനി 1.5 എന്ന് പറയാനായിട്ട് 1 kg അല്ലെങ്കിൽ 1 kg ആധ അങ്ങനെയല്ല പറയണ്ടേ, 1.5 kg എന്ന് പറയാം. ഓക്കെ, 1.5 കിലോ. 1.5 എന്ന് പറയുന്നത് 1.5യും അതുപോലെ 2.5 എന്ന് പറയുന്നത് 2.5നെയാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ കാരണം നമ്മളിപ്പോ ടൈം പറയുമ്പോഴും 1.5 ബജെ എന്ന് പറയുന്നതിനെ 1.5 എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ എത്രയായി ടൈം എന്ന് ചോദിച്ചാൽ 1.5 ബജെ എന്ന് പറയുന്നത് 1.5 കഴിഞ്ഞു എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ 2.5 എന്നാണെങ്കിൽ 2.5 എന്ന് പറയുന്ന. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ 2 വേർഡുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. 1.5 എന്ന് പറയുന്നത് 1.5 kg ദേദോ എന്ന് പറഞ്ഞാൽ 1.5 കിലോ തരും. 2.5 kg ദേദോ എന്ന് പറയുന്നത് 2.5 കിലോ എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി വെക്കുക. ഇനി അതുപോലെ തന്നെ 3.5, 4.5, 5.5 ഇതെല്ലാം ഒരുപോലെ പറയും. ഇവിടെ നമ്മൾ കൂട്ടി പറയുന്നത് സാഡയാണ്. സാഡെ തീൻ.
മനസ്സിലായോ? ഈ സാഡെ ആദ്യം പറയും. നമ്മള് മലയാളത്തിൽ പറയുമ്പോ 3 അര 3:30 അല്ലെ? ഇവിടെ ഹിന്ദിയിൽ അതിനെ തിരിച്ചാണ് സാഡെ അര ആദ്യം പറയും കേട്ടോ. സാഡെ തീൻ എന്ന് പറഞ്ഞാൽ 3:30, സാഡെ ചാർ 4:30, സാഡെ 5 5:30, ഇങ്ങനെയാണ് പറയാം. സാഡെ ചേ സാഡെ സാത്, ഇതാണ് ആ ഒരു കണക്ക് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. പക്ഷെ ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഡേഡുണ്ടായി മനസ്സിലായില്ലേ? ഇപ്പൊ പറയാൻ നമുക്ക് പെട്ടെന്ന് പറ്റുന്ന കാര്യമല്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ഒരു വേർഡ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. അപ്പൊ നമുക്ക് അറിയുന്നത് എന്താണ്? സോ എന്ന് പറഞ്ഞാൽ 100 അറിയാം അല്ലെ? 500 എന്ന് പറഞ്ഞാൽ 500 അറിയാം. അപ്പൊ 1 kg 500 അങ്ങനെയും പറയാം കേട്ടോ. 1 kg 500 ഗ്രാം എന്നാ പറയണ്ടേ. അതല്ലെങ്കിൽ 2 kg 500 ഗ്രാം, 2 kg 500 ഗ്രാം ദീജിയെ ഭയ്യ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ ഒരു മെയിൻ ആയിട്ട് വരുന്ന കറക്റ്റ് ആയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: 1.5 കിലോ, അതുപോലെ 2.5 കിലോ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന സെന്റൻസുകളാണല്ലേ. ഇത് വേണ്ട, അല്ലെങ്കിൽ ഇതും കൂടി താ, അതും കൂടി താ, ഇത് നല്ലതല്ല, ഇങ്ങനെയുള്ള കുറെ കുട്ടി കുട്ടി സെന്റൻസുകൾ പറയും അല്ലെ. ഇപ്പൊ ടമാറ്റർ എടുത്തു, ആള് തൂക്കുമ്പോ നമ്മൾ പറയാണ്, അയ്യോ ഇത് നല്ലതല്ല, വേറെതാ എന്ന് പറയത്തില്ലേ. അപ്പൊ ഇത് നല്ലതല്ല എങ്ങനെയാ പറയണ്ടേ? ഏ അച്ഛാ നയ്യേ, ഏ അച്ഛാ നയ്യേ, ദൂസര ദേദോ എന്ന് പറയാം. അതല്ലെങ്കിൽ ദേദോനെ റെസ്പെക്ട് ചെയ്ത് ദൂസര ദീജിയെ എന്നും പറയാം. ഓക്കെ, അയ്യേ അച്ഛാ നയ്യേ. ഇനി ഇത് കേടാണെന്ന് എങ്ങനെയാ പറയാ? ഏ ഖരാബെ, ഏ ഖരാബെ, ഏ ഖരാബെ ദൂസര ദീജിയെ, ഇത് കേടാണ്, വേറെ തരൂ എന്ന് പറയുന്ന. ഓക്കെ, ഇനിയിപ്പോ വേറൊരു സാധനം നമ്മൾ എടുത്തു, ഇതും കൂടെ താ എന്ന് പറയാം അല്ലെ. ഇതും കൂടെ തരൂ എങ്ങനെയാ പറയാ? ഏ ബി ദേദോ, ഏ ബി ദേദോ, ഇതും കൂടെ തരൂ എന്ന് പറയുന്ന. അതല്ല ദൂരെ ഇരിക്കുന്ന ഒരു സാധനമാണെങ്കിൽ വോ ബി ദേദോ, അതും കൂടെ തരൂ എന്ന് പറയുന്ന. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അതുപോലെ ഇത് വേണ്ട എന്ന് പറയാനോ? ഏ നൈ ചായേ, ഏ നൈ ചായേ. ഇനിയിപ്പോ ആ വ്യക്തി നമ്മളിപ്പോ വോ ദേദോ എന്ന് പറഞ്ഞു അല്ലെ, വോ ബി ദേദോ, അതും കൂടി തരൂ. അപ്പൊ അതെടുക്കുമ്പോ വേറെ മാറിപ്പോവാ. അപ്പൊ നമ്മൾ പറയാണ് അതല്ല, താഴത്തെ എന്ന് പറയണം അല്ലെ. അതല്ല, വോ നൈ, വോ നൈ നീച്ചെ വാല, നീച്ചെ വാല. താഴെ ആ നീച്ചെ വാല, ആ വാല ഒരു പ്രയോഗം ഉണ്ട്. അതിങ്ങനെ ഒരു ഫ്ലോയ്ക്ക് പറയുന്ന കേട്ടോ. താഴത്തേത് എന്ന് പറയുന്നതാ. ഓക്കെ, വോ നൈ നീച്ചെ വാല, അതല്ലെങ്കിൽ ഉപ്പർ വാല, അതിന്റെ മേലത്തെ എന്ന് പറയുന്ന ഉസ്ക ഉപ്പർ വാല. ക്ലിയർ ആവുന്നുണ്ടോ? കുട്ടി കുട്ടി സെന്റൻസുകളാണ്. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഒരു വലിയ വലിയ സെന്റൻസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും നല്ല ചെറുതായിട്ട് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഉസ്ക ഉപ്പർ വാല ദേദോ, അതിന്റെ മുകളിലുള്ളത് തരും എന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോ നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ചു, നമ്മൾ കവർ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ പറയും അല്ലെ, ഒരു കവർ തരൂ എന്ന് പറയും അല്ലെ, തന്നില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ അതല്ലെങ്കിൽ ഒരു കവറും കൂടെ തരൂ എന്ന് നമുക്ക് ചോദിക്കാം അല്ലെ. അതെങ്ങനെയാണ്? അവിടെ കവറിനെ പറയുന്നത് തേലി എന്നാട്ടോ. തേലി, എക് തേലി ദേദോ, ഒരു കവർ തരൂ എന്ന് പറയുന്നത്. അവിടെ തേലി എന്നാണ് കവറിനെ പറയുന്നത്. എക് തേലി ദേദോ, ഒരു കവർ തരൂ. പിന്നെന്താണ്? ഇനിയിപ്പോ നമുക്ക് ടോട്ടൽ അറിയണം അല്ലെ. ടോട്ടൽ എത്രയായി എന്ന് ചോദിക്കുന്നത് കുൽ. അവിടെ ടോട്ടൽ എന്ന് പറയാൻ കുൽ കിത്തനെ ഹുയെ എന്നാണ് കേട്ടോ. കുൽ കിത്തനെ ഹുയെ, ടോട്ടൽ എത്രയായി. ഇനിയിപ്പോ ടോട്ടൽ മറന്നുപോയി, അത് പറയണ്ട. എത്രയായി എന്ന് ചോദിക്കാൻ കിത്തനെ ഹുയെ എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ കിത്തന ഹുവ എന്ന് ചോദിക്കാം. ഇതൊക്കെ ഒരേ അർത്ഥമാണ് കേട്ടോ. അവിടെ കിത്തനെ പറഞ്ഞപ്പോ ഹുയെ ചോദിച്ചു, കിത്തന പറഞ്ഞപ്പോ ഹുവ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. കുൽ കിത്തനെ ഹുയെ, ടോട്ടൽ എത്രയാന്ന് ചോദിക്കുന്ന. അപ്പൊ ആ വ്യക്തി പറയാണ് ദോസോ അസി. മനസ്സിലായോ? ദോസോ അസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദോസോ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെ. സോ എന്ന് പറഞ്ഞാൽ 100 അറിയാം, ദോസോ എന്ന് പറഞ്ഞാൽ 200 അറിയാം. അവിടെ അസി മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ. ചില ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദസ്, ബീസ്, തീസ് അങ്ങനെ വരുന്ന കേട്ടോ. ആ ഒരു റൗണ്ട് ഫിഗറിൽ, 10ന്റെ റൗണ്ട് ഫിഗറിൽ 80നെ പറയുന്നത് അസി എന്നാണ്. ഓക്കെ, അപ്പൊ ദോസോ അസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദോസോ അസി എന്ന് പറഞ്ഞാൽ 280 രൂപ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് ഒരു 3 100 കൊടുത്തിട്ട് പറയാണ് ബാലൻസ് 20 രൂപയ്ക്ക് എന്തെങ്കിലും ചെറിയൊരു ഐറ്റം പറയാണ്. ഇപ്പൊ കറിവേപ്പില തരാൻ പറയാണ്. കറിവേപ്പില ഹിന്ദിയിൽ പറയുന്നത് കടിപ്പത്ത എന്നാ. അതല്ല മല്ലിയിലയാണെങ്കിൽ ധനിയാപ്പത്ത എന്നാ. ഓക്കെ, കടിപ്പത്ത ധനിയാപ്പത്ത. അപ്പൊ നമ്മൾ പറയാണ് ബാക്കിക്ക് കറിവേപ്പില തന്നോളൂ എന്ന് പറയത്തില്ല. കറിവേപ്പിലയോ അല്ലെങ്കിൽ ധനിയാപ്പത്ത എന്ന് പറഞ്ഞാൽ മല്ലിയില കേട്ടോ. ബാക്കിക്കോ ധനിയാപ്പത്ത ദേദു, ബാക്കിക്കോ കടിപ്പത്ത ദേദു എന്നാ പറയണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? അവിടെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഇപ്പൊ ചെറുനാരങ്ങ ആണെങ്കിൽ നിമ്പൂതോ, ബാക്കിക്ക് നിമ്പൂതോ, ബാലൻസിന്
നിമ്പു തന്നാലും ചെറുനാരങ്ങ തന്നാലും എന്ന് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ സംഭാഷണങ്ങൾ നമ്മളിപ്പോ വെജിറ്റബിൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കേട്ടോ. ഇന്നിപ്പോ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. പുതിയ കുട്ടികൾ ഒരുപാട് പേര് കേൾക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്കൊക്കെ എല്ലാം കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് വെജിറ്റബിൾസിന്റെ പേരുകൾ പഠിക്കുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനിയും നമ്മൾ മുന്നോട്ട് പ്രാക്ടീസ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇപ്പൊ കുറച്ച് ഡിലേ ഉണ്ട്, വേറെ ഒന്നുമല്ല, മക്കളുടെ ഫൈനൽ എക്സാം ആയതുകൊണ്ടാണ്. അതുപോലെ വെക്കേഷനിൽ നാട്ടിൽ പോകാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും കൊണ്ട് കുറച്ച് ഡിലേ ആവുന്ന കേട്ടോ. മുന്നോട്ട് നമ്മൾ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, പ്രാക്ടീസ് ക്ലാസ്സുകൾ. ഓക്കെ, പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.